ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു റാണാസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ പ്ലം കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നത്. കുറച്ച് മുന്നേ എടുത്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് തിരക്ക് കാരണം വീഡിയോ ഒന്നും വിടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ ചെറിയൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. നമ്മുടെ ഫ്രൂട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അല്ലെങ്കിൽ ഫ്രൂട്ട് മിക്സ് എന്ത് ചെയ്യും, താന്നു പോവും. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ സിനമൺ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ചൊരു പിഞ്ച് അല്ലെങ്കിൽ 1/8 ടീസ്പൂണിൻ്റെ ഒരു 1/3 ഭാഗം ബേക്കിംഗ് സോഡ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് സീവ് ചെയ്ത് വെക്കുക. ശേഷം ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ഫ്രൂട്ട് മിക്സ് കൂട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം അതേ ഫ്രൂട്ട് മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച മൈദ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈക്കൊണ്ടാണെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ വറുത്ത് വെച്ച കാഷ്യൂ ഇട്ട് കൊടുക്കണം. നമ്മൾ ഫ്രൂട്ട് മിക്സിൽ കാഷ്യൂ ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഈ സമയത്താണ് ഞാൻ കാഷ്യൂ ചേർത്തിട്ടുള്ളത്. ശേഷം റൂം ടെമ്പറേച്ചറിലായ അൺസാൾട്ടഡ് ബട്ടർ 75 ഗ്രാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതിലേക്ക് 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണും കൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്യുക. ഇതുപോലെ ഇരിക്കും കേട്ടോ അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ പ്ലം എസൻസ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കണം നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി, ഒന്നുകൂടെ ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാരമൽ സോസ്. ഇനി ഹോം മെയ്ഡ് കാരമൽ സോസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ കാരമൽ സോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ ബീറ്റ് ചെയ്യുന്നത് ലോ സ്പീഡിൽ, ഏറ്റവും 1 സ്പീഡിൽ 1 മിനിറ്റ് ആയിരിക്കണം കേട്ടോ. ഇനി 1 മിനിറ്റ് വേണമെന്നില്ല, അത് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ ബീറ്റിങ് നിർത്തണം. പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൂട്ട് മിക്സിൻ്റെ 1/2 ഭാഗം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്ലോർ മിക്സിൻ്റെ 1/2 ഭാഗം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യുന്നത് വരെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. 1 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യുക, അതിൻ്റെ ഉള്ളിലായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ബാക്കി ബീറ്റ് ചെയ്യാത്ത ഭാഗം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ 1/2 kgൻ്റെ അളവാണ് കേട്ടോ ഈ ഒരു ബാറ്റർ. ശേഷം ഗ്രീസ് ചെയ്ത കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫ്രൂട്ട് മിക്സ് നമ്മൾ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 3/4 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. നിങ്ങളെ അളവ് അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കാഷ്യൂവിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തത് ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ്. നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. കുറച്ച് വാൽനട്ടും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത OTG ഓവനിൽ വെച്ച് കൊടുത്തിട്ട് 1/2 മണിക്കൂർ ബേക്ക് ചെയ്തെടുത്തു. അതോടുകൂടി നമ്മുടെ അടിപൊളി പ്ലം കേക്ക് റെഡിയായി. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ പ്ലം കേക്ക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഇറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കയറിയിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.